Hi everyone, good morning. Kannur University 3rd BCom SDE സ്റ്റുഡൻസിൻ്റെ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 2019 1 വെയിറ്റേജ് അതായത് 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇതിൻ്റെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ഈസ് കോസ്റ്റ് സെൻറ്റർ? ആൻസർ: for the purpose of ascertaining cost, the whole organization is divided into small parts or sections. Each small section is treated as a cost center of which cost is ascertained. അതായത് ഓരോ സെക്ഷനായി സ്മോൾ സെക്ഷനായി മാറ്റും. ആ സ്മോൾ സെക്ഷനാണ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ സ്പോയിലേജ്? ആൻസർ: spoilage is waste or scrap arising from the production process. The term is most commonly applied to raw materials that have a short lifespan, such as food used in the hospitality industry. For example, an overcooked meal cannot be served to a customer and so is instead classified as abnormal spoilage. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് സ്പോയിലേജ് എന്താണ്? വേസ്റ്റേജ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ യു ട്രീറ്റ് ദ കോസ്റ്റ് ഓഫ് ഐഡിൽ ടൈം? ഐഡിൽ ടൈം കോസ്റ്റ് ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഓക്കെ, ആൻസർ: അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഐഡിൽ ടൈം എന്ന് നോക്കാം. ഐഡിൽ ടൈം ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ടൈം ഫോർ വിച്ച് വേജസ് പെയ്ഡ് ടു ദ വർക്കേഴ്സ് ബട്ട് നോ പ്രൊഡക്ഷൻ ഈസ് ഒബ്റ്റെയിൻ ഡ്യൂറിങ് ദാറ്റ് ടൈം. അതായത് when workers are paid on time basis, there will be some difference between the time for which they are paid and the actual time spent by them on production. This difference is known as idle time. അതായത് ടൈം വേജ് സിസ്റ്റം, ടൈം ബേസിസിൽ ജോലി ചെയ്യുന്ന വർക്കേഴ്സ്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ, വർക്കേഴ്സിൻ്റെ ഒരു ദിവസത്തെ വേജസ് 1000 ആണെങ്കിൽ ആ ഒരു ദിവസം കംപ്ലീറ്റ് അവർ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നില്ല. അതിനിടയിൽ അവർ ലഞ്ച് ബ്രേക്ക് എടുക്കാം. അപ്പോൾ ഈ ഡിഫറൻസ്, അതായത് ആക്ച്വൽ ടൈം സ്പെൻഡ് ബൈ ദം ഫോർ പ്രൊഡക്ഷൻ, അതേപോലെ ടൈം ഫോർ വിച്ച് ദേ ആർ പെയ്ഡ്, അവർക്ക് ഒരു ദിവസത്തെ സാലറി കൊടുക്കും, ഒരു ദിവസത്തെ വേജസ് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ദിവസം കംപ്ലീറ്റ് അവർ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ പ്രൊഡക്ഷന് ആക്ച്വൽ വേണ്ടി വരുന്ന ടൈമും അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്ന ടൈമും, അപ്പോൾ ഈ തമ്മിലുള്ള ഡിഫറൻസാണ് എന്ത് പറയുന്നത്? ഐഡിൽ ടൈം. അപ്പോൾ ദർ ആർ 2 types ഓഫ് ഐഡിൽ ടൈം. അതായത് ഹൗ യു ട്രീറ്റ് ദ കോസ്റ്റ് ഓഫ് ഐഡിൽ ടൈം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 2 types ഓഫ് ഐഡിൽ ടൈമാണ്, നോർമൽ ഐഡിൽ ടൈം ആൻഡ് അബ്നോർമൽ ഐഡിൽ ടൈം. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, കോസ്റ്റ് ഓഫ് നോർമൽ ഐഡിൽ ടൈം ഈസ് അൺഅവോയ്ഡബിൾ കോസ്റ്റ് ആൻഡ് as such should be included in the cost of production. It can be treated in any of the following 2 ways. First one, as overhead. അപ്പോൾ ഓവർഹെഡായി ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് മേ ബി ട്രീറ്റഡ് ആസ് ആൻ ഐറ്റം ഓഫ് ഫാക്ടറി എക്സ്പെൻസ് ആൻഡ് റിക്കവേർഡ് ആസ് ആൻ ഇൻഡയറക്റ്റ് ചാർജസ്. നെക്സ്റ്റ് സെക്കൻഡ് വൺ, ആസ് ഡയറക്റ്റ് വേജസ്. It may be charged to production as a direct wages by inflating the actual wages rate paid to the workers. Next, ഇനി abnormal idle time ആണെങ്കിൽ ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യും നോക്കാം. Treatment of cost of abnormal idle time. The wages paid for idle time should not form a part of the cost of production. It should be debited to costing profit and loss account. അപ്പോൾ അത് കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് അബ്നോർമൽ ഐഡിൽ ടൈം ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ്? ആൻസർ: sometime 2 measurement units are combined together to know the cost of service or operation. For example, a public transportation undertaking would measure the operating cost per passenger per kilometer. Examples of composite units are ton per kilometer, quintal per unit kilometer, passenger per kilometer, etc. Next question, what is angle of incidence? Answer: angle of incidence is the angle formed at BP
In other words, it is the angle between sales line and total cost line at the BEP. It indicates the rate at which profits are being made. Large angle indicates higher rate of profit and low BEP. Small angle indicates lower rate of profit and higher BEP. അതായത് ബ്രേക്ക് ഈവൻ ചാർട്ട് വരക്കുമ്പോൾ ടോട്ടൽ സെയിൽസ് ലൈനും ടോട്ടൽ കോസ്റ്റ് ലൈനും മിഡിൽ വരുന്ന ഏരിയ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. പിന്നെ ലാർജ് ആംഗിൾ ഇൻഡിക്കേറ്റ്സ് ഹയർ റേറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് സ്മോൾ ആംഗിൾ ഇൻഡിക്കേറ്റ്സ് ലോവർ റേറ്റ് ഓഫ് പ്രോഫിറ്റ്. Okay, next question. What do you mean by debtors velocity? Answer. Debtors velocity indicates the number of times the debtors are turned over during a year. Generally, the higher the value of debtors turnover, the most efficient is the management of debtors or sales, or more liquid are the debtors. Next question. What is material requisition? Answer. A material requisition, also known as a material requisition form or a material request, is a document used by the production department to request materials they need to complete a manufacturing process. The person who is requesting the materials will keep a copy of the form, as will the warehouse staff. Next question. Define conversion cost. Answer. It is the total cost of converting raw materials into finished goods. It is the aggregate of direct labor cost and overheads. In other words, conversion cost is the factory cost minus direct material cost. Total of converting raw materials into finished goods. Raw materials finished goods ആക്കി മാറ്റാൻ ഉള്ള total cost ആണ് conversion cost. Next question. How you find out reorder level? ഫസ്റ്റ്, എന്താണ് റീഓർഡർ ലെവൽ? ഇൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ്, റീഓർഡർ ലെവൽ ഓർ റീഓർഡർ പോയിൻറ്റ് ഈസ് ദ ഇൻവെൻട്രി ലെവൽ അറ്റ് വിച്ച് എ കമ്പനി വുഡ് പ്ലേസ് എ ന്യൂ ഓർഡർ ഓർ സ്റ്റാർട്ട് എ ന്യൂ മാനുഫാക്ചറിംഗ് റൺ. Reorder level depends on a company's work order lead time and its demand during that time and whether the company maintain a safety stock. അതായത് റീഓർഡർ ലെവൽ എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസ് വീണ്ടും ഓർഡർ ചെയ്യാനുള്ള ലെവലാണ്, ഡിഫറെൻറ്റ് സ്റ്റോക്ക് ലെവൽസിൽ വരുന്നതാണ്. ഇനി ഇതെങ്ങനെ കണ്ടെത്താം? To calculate the reorder level, multiply the average daily usage rate by the lead time in days for an inventory item. Next, equation to find out reordering level. Reordering level is equal to minimum level plus consumption during the time required to get fresh delivery. നെക്സ്റ്റ് സെക്കൻഡ് ഇക്വേഷൻ ഉണ്ട്, ഒരു ഇക്വേഷനും കൂടെ. റീഓർഡർ ലെവൽ ഈസ് ഈക്വൽ ടു മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ടേം കീ ഫാക്ടർ. ആൻസർ. കീ ഫാക്ടർ ഓർ ലിമിറ്റിംഗ് ഫാക്ടർ. A concern may think of increasing profit by producing and selling in bulk quantities, but it may not be possible because there are many factors which restrict a concern from making unlimited amount of profit. These factors are called key factors. For example, it may be sales or demand for the product, or any factor of production like availability of raw materials, labor, plant capacity, finance, etc. ഓക്കെ, ഇതിൻ്റെ ബാക്കി ഭാഗം നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്സ്.